ഹലോ ഫ്രണ്ട്സ്, നമ്മളേറെ കാത്തിരുന്ന LDC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. 2024 ഏപ്രിൽ മെയ് മാസങ്ങളായിട്ട് കേരളത്തിലെ 14 ജില്ലകളിൽ എക്സാംസ് നടക്കാൻ പോവുകയാണ്. ഇതിനുവേണ്ടി നിങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇതിലെ ഏറ്റവും വലിയ കാര്യം, ഇപ്പോൾ ജനുവരി 3 വരെ ആപ്ലിക്കേഷനുള്ള സമയമാണ്. ഈ ആപ്ലിക്കേഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത്, സാർ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം, എവിടെ അപ്ലൈ ചെയ്താൽ കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട്, ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് വരാം. അതിൻ്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കട്ട് ഓഫ് ഏജ് എന്ന് പറയുന്നത് ജനുവരി 1 വെച്ചാണ്. അത് ജനുവരി 1, 2024 ഏജിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ജനുവരി 1, 2024 18 വയസ്സ് തിരഞ്ഞിരിക്കണം. അതിൻ്റെ ഹയർ ഏജ് 36 വയസ്സാണ് ജനറൽ കാറ്റഗറി. OBCക്ക് 3 വർഷത്തെ ഇളവുണ്ട്, 39 വയസ്സ് വരെ. ഒരു 5 വർഷം SC/ST ക്ക്, അതായത് 41 വയസ്സ് വരെ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റും, OBC അടക്കം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഏതാണ്ട് 25 ലക്ഷത്തോളം പേരാണ് ഈ എക്സാം എഴുതാൻ പോകുന്നത്. ഈ നമ്പർ കണ്ടാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോ ജില്ലയിലും 1500-ലധികം വേക്കൻസികളുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ അതേപോലെ ഹ്യൂജ് വേക്കൻസീസ് ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 15,000 തൊട്ട് 20,000 വേക്കൻസീസ് വരെ LDC വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. രണ്ടാമതൊരു കാര്യം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ്, വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഇത് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മതി. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ജനുവരി 1, 2024 ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത് മാത്രമാണ് ഇതിൻ്റെ ഏക ക്വാളിഫിക്കേഷൻ വേണ്ടത്. ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. കേരള PSC തുളസി വെബ് പോർട്ടലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവിടെ ഡിസ്ട്രിക്ട് വൈസ് ലിസ്റ്റ് ഉണ്ട്, ഡിസ്ട്രിക്ട് വൈസ് ജനറൽ ലിസ്റ്റ്. ആ ഒരു ഏരിയയിൽ കയറിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ബൈ ട്രാൻസ്ഫറോ മറ്റിതിലോ അല്ല, ഡിസ്ട്രിക്ട്സ് വൈസ് ജനറൽ ലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അപ്ലൈ ചെയ്യാം. അതിൽ ബാക്കി കാര്യങ്ങൾ കൊടുത്ത് യെസ് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും. ഒരിക്കൽ ആ ഒരു ജില്ല, നിങ്ങൾ ഏത് ജില്ലയിലാണ്, ഏത് ജില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണെങ്കിൽ കൂടിയും എനിക്ക് തിരുവനന്തപുരം വെച്ചെഴുതാം, അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരനാണെങ്കിൽ എനിക്ക് കാസർഗോഡ് വെച്ചെഴുതാം. ഓക്കെ, അതിലൊന്നും യാതൊരു സംശയമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇത് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ എത്ര പേര് ലിസ്റ്റിലുണ്ടായിരുന്നുള്ളതാണ്. ഇപ്പോൾ 2019 പ്രിലിംസ് മെയിൻസ് എന്ന് പറഞ്ഞ് 2 ഘട്ടങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ മുന്നേ ഒരു ഒറ്റ ഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2019 വേണമെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷേ അവിടെ ഇത് മെയിൻസ് കഴിഞ്ഞിട്ടുള്ളതാണ്. ഒപ്പം തന്നെ അവിടെ ചോദ്യ പാറ്റേണിൽ വ്യത്യസ്തം നമുക്ക് കാണാം. 2019 നടന്നതിൽ 2500 പേരാണ് തിരുവനന്തപുരം ലിസ്റ്റിലുള്ളത്. ഇപ്പോൾ നിലവിൽ ഉള്ള ലിസ്റ്റാണത്. അതുപോലെ തന്നെ കൊല്ലം ലിസ്റ്റിലാണ് 1600 പേരുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റൊരു വലിയ ലിസ്റ്റ്, 2000 മുകളിലുള്ള ലിസ്റ്റ് എറണാകുളം ജില്ലയിലും ഇതേപോലെ കാണാം, തൃശ്ശൂർ ജില്ലയിലും കാണാം, ഇതേപോലെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അതേപോലെ തന്നെ നമുക്ക് ലിസ്റ്റ് കാണാം. ഇനി കട്ട് ഓഫിലേക്ക് വരുമ്പോൾ, ഓക്കെ, കട്ട് ഓഫിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഞാൻ ആ രീതിയിൽ ഇവിടെ പ്രവചനം നടത്തുന്നില്ല. പക്ഷെ നമുക്കിവിടെ ജസ്റ്റ് ഓരോ ജില്ലയിലെ കട്ട് ഓഫ് വേഗം നോക്കിപ്പോകാം. 2019-ലെയും 2016-ലെയും കട്ട് ഓഫ് നോക്കാം. ഓക്കെ, അതിന് മുന്നേ 2013 നടന്ന കട്ട് ഓഫ് ഇവിടെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഓക്കെ, 2019, അതായത് ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ തിരുവനന്തപുരം ജില്ലയിൽ 52.67, 52 മാർക്ക് വിചാരിക്കാം. തിരുവനന്തപുരം ജില്ലയിൽ 52 മാർക്കായിരുന്നു. ഇത് 2016-ൽ 76 മാർക്കായിരുന്നു. അപ്പോൾ ഇത്രയും മാർക്ക് ഡിഫറൻസ് ഇവിടെ വരാനുള്ള കാരണം പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ വന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇനി കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ 54 മാർക്കാണ്. അതായത് തിരുവനന്തപുരത്തെക്കാട്ടും കൂടുതലാണ് കൊല്ലം ജില്ലയിൽ വന്നത്. ഓക്കെ, പക്ഷേ തിരുവനന്തപുരം ജില്ലയിലാണ് കൂടുതൽ വേക്കൻസി ഉണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ ഇത് അതിന് മുന്നേ 2016 നോക്കുവാണെങ്കിൽ 76 മാർക്ക് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലത്ത് 68 വേണം. ഓക്കെ, ഇനി പത്തനംതിട്ട 52, ആലപ്പുഴ 48, 50 കുറവുള്ള, ഏതാണ്ട് വളരെ കുറവ് കട്ട് ഓഫ് വന്ന ജില്ലകളൊന്നാണ് ആലപ്പുഴ. അതുപോലെ കോട്ടയം 54, ഇടുക്കി 49, എറണാകുളം 53, തൃശ്ശൂർ 55, പാലക്കാട് 54, മലപ്പുറം 53, കോഴിക്കോട് 54. 54 എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നതാണ് കൊല്ലം, കോഴിക്കോട് ജില്ലകൾ. വയനാട് 50, കണ്ണൂർ 55, കാസർഗോഡ് 51. ഇത് ഈ ഒരു 14 ജില്ലകൾ നിങ്ങൾ നോക്കണം. ഏറ്റവും കുറവ് വന്നത് ആലപ്പുഴയിലാണ്, ഏറ്റവും കൂടുതൽ വന്നത് കൊല്ലത്തും അതുപോലെ കോഴിക്കോടാണ്. ഈ ഒരു പാറ്റേൺ തന്നെ ഈ വർഷം വരണമെന്നില്ല, പക്ഷേ ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയൊക്കെ ആയിരിക്കും. ചെറിയ ഏറ്റക്കുറിച്ചിലൂടെ ഈ രീതി തന്നെ ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ താരതമ്യേന കോമ്പറ്റീഷൻ കുറഞ്ഞ ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, അതുപോലെ കാസർഗോഡ്, വയനാട് ഈ ഏരിയയൊക്കെ ഒന്ന് കാണാം. ഇവിടെ കട്ട് ഓഫ് കുറവാണ്. പക്ഷേ അവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കണം, അവിടെ ലിസ്റ്റിലുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. കാരണം എന്താണ്, അവിടെ സർക്കാർ ഓഫീസുകൾ കുറവാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല നോക്കുവാണെങ്കിൽ കുറേയധികം സർക്കാർ ഓഫീസുകളുണ്ട്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ കുറേ അധികം ആളുകളുണ്ട്. ലിസ്റ്റിൽ നിയമനം കിട്ടുന്നവരുടെ എണ്ണവും കൂടുതലാണ്. കൊല്ലത്ത് അതുപോലെ തന്നെയാണ്.
ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ല അതേപോലെ തന്നെ സർക്കാർ ഓഫീസിലുണ്ട്, അവിടെയും നിയമനം കിട്ടാൻ സാധ്യതയുണ്ട്. കോഴിക്കോട് ഏരിയയിൽ ഇതേപോലെ തന്നെ നമുക്ക് കാണാം. എന്നാൽ വയനാട്, കാസർഗോഡ് ജില്ലകളിൽ സർക്കാർ ഓഫീസിൽ താരതമ്യേന കുറവാണ്. അവിടെ കട്ട് ഓഫും കുറയും, ആളുകൾ എഴുതാനുള്ള കോമ്പറ്റീഷൻ കുറവാണ്, കട്ട് ഓഫും കുറയും, അവിടെ നിയമനം കിട്ടാനുള്ള സാധ്യതയും കുറയും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഓക്കെ എന്നാൽ എനിക്ക് ഏറ്റവും എളുപ്പം കിട്ടാൻ കട്ട് ഓഫ് കുറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ എളുപ്പത്തിൽ എനിക്ക് കാസർഗോഡ് പോയി എഴുതാൻ കിട്ടും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, അവിടെ നിങ്ങൾക്ക് ഓക്കെ അവിടെ ഇപ്പോൾ ഒരു 1000 റാങ്ക് ഉണ്ടെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, കുറവാണെന്ന് പറഞ്ഞാൽ കിട്ടില്ല എന്നല്ല പറയുന്നത്, കുറവാണ്. കാരണം എന്താണ്, അവിടെ സർക്കാർ ഓഫീസുകൾ കുറവാണ്. എന്നാൽ ഇവിടെ തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ 1000 റാങ്ക് ഉണ്ടെങ്കിൽ പോലും ഇവിടെ കിട്ടും. കാരണം എന്താണ്, തിരുവനന്തപുരം ജില്ലയിൽ 1500, 1600 റാങ്ക് വരെ, അവസാനത്തെ റാങ്ക് 1600. കഴിഞ്ഞ അപ്പോയിൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അപ്പോയിൻമെൻറ്റ് തിരുവനന്തപുരം ജില്ലയിൽ 647 പേർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞു. കൊല്ലത്താണ് 407 പേർക്ക് കിട്ടിക്കഴിഞ്ഞു. പത്തനംതിട്ട നോക്കുക 335 പേർക്ക് മാത്രമേ അവിടെ പത്തനംതിട്ട 300 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. തിരുവനന്തപുരത്തിന് പകുതി കിട്ടിയിട്ടുള്ളൂ. ആലപ്പുഴ 330 കിട്ടിയിട്ടുള്ളൂ. കോട്ടയം 358, ഇടുക്കിയിലോ 275 മാത്രമേ വന്നിട്ടുള്ളൂ. എറണാകുളത്ത് 578. ഇവിടെയൊക്കെ കൂടുതൽ സർക്കാർ ഓഫീസുള്ളതുകൊണ്ടാണത്. തൃശ്ശൂർ 482, പാലക്കാട് 390, മലപ്പുറം 541 പേർക്ക് അപ്പോയിൻമെൻറ്റ് ഇതുവരെ ആയിട്ടുള്ളൂ. അതായത് 2019 ലിസ്റ്റിലെയാണ്. കോഴിക്കോട് 417, വയനാട്ടിൽ 190, 200 പേർക്കേ കിട്ടിയിട്ടുള്ളൂ. അവിടെ കട്ട് ഓഫ് കുറവാണെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. കണ്ണൂർ 448, 450 കൂട്ടിക്കോ. കാസർഗോഡ് 186. അതാണ് കട്ട് ഓഫ് കുറവാണ്, പക്ഷെ എന്താണ് അവിടെ പോസ്റ്റിംഗ് കുറവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലൊക്കെ കട്ട് ഓഫ് കൂടുതലാണ് എന്ന് പറയുന്ന പോലെ തന്നെ അവിടെ പോസ്റ്റും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കണം. നിങ്ങൾ ഒരിക്കലും അബദ്ധധാരണയിൽ പെട്ടുപോകാൻ പാടില്ല. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുന്ന ഏത് ജില്ല വെച്ച് എഴുതുക, നന്നായിട്ട് പഠിക്കുക, ഇത് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. ഇതിൽ പ്രത്യേകിച്ചുള്ള എല്ലാ സബ്ജക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അതായത് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, അതിലുപരി കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് കറണ്ട് അഫയേഴ്സ് മാസ്റ്റർ പഞ്ച് എന്ന് പറഞ്ഞൊരു ബുക്ക് ഇറക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ 2022 ജനുവരി മുതൽ 2023 അവസാനം വരെ, അതായത് 2 വർഷം മുതൽ 22, 23 ഈ 2 വർഷം മുഴുവൻ കറണ്ട് അഫയേഴ്സ് അടങ്ങിയിട്ടുള്ള 250 പേജിൻ്റെ ഒരു ബുക്കാണ്. PSC ടോക്സിൻ്റെ മുഴുവൻ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഒപ്പം തന്നെ PSC ടോക്സ് LDCക്ക് വേണ്ടി പ്രത്യേകിച്ച് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ ചെലവിലാണ് നൽകുന്നത്. നിങ്ങൾക്കത് അവൈൽ ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ രാവിലെ, നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും, രാവിലെ 4:30 മുതൽ 6 മണി വരെ കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം എന്ന പേരിൽ ലൈവായിട്ട് സൂം വഴി ക്ലാസ്സുകൾ LDC കൊടുക്കുന്നുണ്ട്. 90 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അതിൽ റിവിഷനിലേക്ക് എത്തുന്ന രീതിയിലാണ്. ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാഫിനെ ബന്ധപ്പെടാം. ഏതാണ്ട് 1000-ലധികം കുട്ടികൾ ഇപ്പോൾ നിലവിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ഇനി അതിൽ ബാക്കി കാര്യങ്ങൾ, അതായത് LDCൻ്റെ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏറ്റവും മികച്ചൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സർക്കാർ തസ്തികളിലൊന്നാണ് LD ക്ലർക്ക്. ഇനി ഇതിൻ്റെ പ്രൊമോഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിലോ, ഇപ്പോൾ LD ആയിട്ട് കയറുന്ന ഒരാൾ 8 വർഷം കൊണ്ട് UD ക്ലർക്കാവും. UD ക്ലർക്ക് വീണ്ടും ഒരു 8 വർഷം കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ആവും. അങ്ങനെ ഒരു 30 വർഷം സർവീസ് ഉണ്ടെങ്കിൽ അവന് തഹസീൽദാർ, അതിൻ്റെ മുകളിൽ ഡെപ്യൂട്ടി കളക്ടർ, കോൺഫേർഡായിട്ട് IAS വരെ കിട്ടാവുന്ന ഒരു മേഖലയാണ് ശരിക്കും പറഞ്ഞാൽ LD ക്ലർക്ക്. എന്ന് മാത്രമല്ല, KSലാണ് സ്ട്രീം 2 ആയിട്ട് നേരിട്ട് തന്നെ ഡെപ്യൂട്ടി കളക്ടറായി മാറാം. ഇങ്ങനെ കുറേയധികം അവസരങ്ങൾ തീർച്ചയായിട്ടും LD ക്ലർക്ക് തുറന്നു തരുന്നുണ്ട്. ഇനി മികച്ചൊരു ശമ്പളമാണ് ഇത് കിട്ടുന്നത്, നല്ലൊരു ശമ്പളമാണ്. കാരണം 9 to 5 അല്ലെങ്കിൽ 10 to 5 ജോബ് മാത്രമാണിത്. നല്ലൊരു ശമ്പളം കിട്ടുന്നുണ്ട്. ഇനി വീണ്ടും അടുത്ത ശമ്പള പരിഷ്കരണ കമ്മീഷൻ, 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരുമ്പോഴത്തേക്കും ഇപ്പം കിട്ടുന്ന ശമ്പളത്തെക്കാട്ടും ഒരു 10,000 രൂപയെങ്കിലും എക്സ്ട്രാ കിട്ടും. അപ്പം അതുകൊണ്ട് ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കരുത്. നിങ്ങൾ ഇത് കണ്ടാൽ മതി. 2019 ഇതിൻ്റെ മുന്നേ നോട്ടിഫിക്കേഷൻ വന്നത്. പിന്നെ വന്നതോ 2023 അവസാനം, 2024 കൂട്ടിക്കോ. ഒരു 4-5 വർഷത്തിന് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എന്നേ വരുള്ളൂ, ഇതേപോലെ തന്നെ 4-5 വർഷത്തിന് ശേഷം, അതായത് 2028 മാത്രം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 2028 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ സ്ഥിതി എന്ന് നമുക്കറിയില്ല. എക്സാം ഏത് പാറ്റേണിലാണ്, ഈ 2 ഘട്ടമാണോ 3 ഘട്ടമാണോ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അതുവരെ കാത്തിരിക്കാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പഠിക്കാൻ കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി PSC ടോക്സിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താം, ലൈവ് ക്ലാസ്സുകളുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക. അടുത്ത LD ലിസ്റ്റിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് തീർച്ചയായിട്ടും വീണ്ടും അടുത്ത ക്ലാസ് നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.